മനോഹർ ചെറുപ്പം മുതൽ ഒരു കയർ ഫാക്ടറിയിലാണ് ജോലി ചെയ്തിരുന്നത്. അയാളുടെ വീട്ടിൽ നിന്ന് കയർ ഫാക്ടറി ഉള്ളത് വളരെ ദൂരെയാണ്. ഇപ്പോൾ ആ ഫാക്ടറി അടച്ചിട്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ശമ്പളം പല മാസങ്ങളായി സ്തംഭിച്ചിരിക്കുകയാണ്. മനോഹറും ഭാര്യ സുധയും വളരെ കഷ്ടപ്പെട്ടാണ് കുടുംബം നടത്തിയിരുന്നത്. അമ്മായിയമ്മ ദിവസം മുഴുവനും കട്ടിലിൽ കിടന്നുകൊണ്ട് മരുമകളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. സുധയുടെ കയ്യിൽ ഒരു തയ്യൽ മെഷീനുണ്ട്. അവൾ ആ മെഷീനിൽ തുണി തയ്ച്ചാണ് കുടുംബത്തിലെ ചിലവുകൾ നടത്തിയിരുന്നത്. അന്ന് മനോഹർ വീട്ടിലെത്തിയപ്പോൾ എന്താ ചെയ്യാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പണത്തിന് എന്തെങ്കിലും ഏർപ്പാട് ചെയ്തോ? നല്ല ക്ഷീണം, കുടിക്കാൻ കുറച്ച് വെള്ളം. നേരം കുറയായല്ലോ. അല്ല, എനിക്ക് യൂണിയൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാ ലേറ്റ് ആയത്. കാശിന് വേണ്ടി ഇതൊന്നും ചെയ്തില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഗുഡുവിനെയും കൊണ്ട് കുറച്ചു സമയത്തേക്ക് പാട്നയിലുള്ള എന്റെ അമ്മയുടെ വീട്ടിൽ പോകണമെന്ന് വിചാരിക്കുന്നു. പട്നയിലേക്ക് പോവാനും കാശ് തന്നെ വേണ്ടേ? അത് എവിടുന്നുണ്ടാക്കും? ഞാൻ തച്ച തുണികൾ കൊടുത്തിട്ട് വരാം. സുധ അവിടെ നിന്ന് പോയി. തുന്നിയ തുണികൾ കൊടുത്തതിനു ശേഷം അവൾ ഒരു മരത്തിന്റെ അടിയിൽ തളർന്നിരുന്നു. അപ്പോൾ നിലത്ത് എന്തോ ഒരു സാധനം തിളങ്ങുന്നത് കണ്ടു. അവൾ അതിലുണ്ടായിരുന്ന പൊടികൾ എടുത്തു കളഞ്ഞപ്പോൾ അതൊരു പിത്തള മോതിരമാണെന്ന് മനസ്സിലായി. സുധ മോതിരം എടുത്തു. എന്നിട്ട് തന്റെ സാരിയിൽ അത് തുടച്ചു. എന്നിട്ട് അതിനെ ഇടത്തെ കൈയിൽ വെച്ചുകൊണ്ട് അവൾ ചിന്തിച്ചു, ഞാൻ കരുതി ഇത് സ്വർണ്ണമോതിരമാണെന്ന്. അവൾ മോതിരം കയ്യിലെടുത്തപ്പോൾ അതിന്റെ അടുത്ത് തന്നെ വേറൊരു സ്വർണ്ണമോതിരം കിടക്കുന്നത് കണ്ടു. ഏയ്, ഇതെവിടുന്നാ വന്നത്? അവൾ വീട്ടിലേക്ക് ഓടി. അതെ, എവിടെയാണ്? ഒരു കാര്യം പറയാനുണ്ട്, ഒന്ന് വേഗം വാ. എന്തു പറ്റി? എന്തിനെങ്ങനെ ബഹളം വയ്ക്കുന്നേ? എന്തോ നിധി കിട്ടിയ പോലെ ഉണ്ടല്ലോ. എന്തിനാ ഇങ്ങനെ തൊണ്ട കീറുന്നത്? നീ വല്ല പ്രേതത്തെയും കണ്ടോ? ആഹാ, അങ്ങനെ തന്നെയാണ്. എന്താ പറയുന്നേ? സുധ അയാളുടെ എല്ലാം തുറന്നു പറഞ്ഞു. എന്നിട്ട് മോതിരം കയ്യിലെടുത്തു. ഇത് സ്വർണ്ണ മോതിരമല്ലേ? എവിടുന്ന് കിട്ടി? ഞാനൊന്ന് നോക്കട്ടെ. സുധ വേഗം മോതിരം കയ്യിലെടുത്തു. ഇടത്തെ കൈയിൽ വെച്ച മോതിരത്തിന്റെ മേൽ അവൾ വലത്തെ കൈ വെച്ചു. എന്നിട്ട് കണ്ണുകൾ അടച്ചു. എനിക്ക് സ്വർണത്തിന്റെ ചെയിനില്ല. മോതിരമേ, എനിക്ക് സ്വർണ്ണ ചെയിൻ താ. അപ്പോൾ അവളുടെ കയ്യിൽ എന്തോ ഒരു അനക്കമുണ്ടായി. അവൾ കൈ കുടഞ്ഞു. കയ്യിൽ നിന്നും ഒരു സ്വർണ്ണ ചെയിൻ താഴേക്ക് വീണു. നമ്മുടെ കഷ്ടങ്ങളെല്ലാം അവസാനിച്ചു. ആ ശരി, ഇത് നിന്റെ മനസ്സിൽ തന്നെ ഇരുന്നാ മതി. ഒരു സാധനം, ഒരേ ഒരു സാധനവും കൂടി. എന്റെ മകൾക്ക് ഒരുപാട് സാധനങ്ങൾ കഴിക്കാൻ ആഗ്രഹമുണ്ട്. സുധ പിച്ചള മോതിരം ഇടത്തെ കൈയിൽ വെച്ചു. എന്നിട്ട് കണ്ണുകൾ അടച്ച് വലത്തെ കൈകൊണ്ട് മൂടിക്കൊണ്ട് പറഞ്ഞു, എന്റെ മകൾക്ക് കഴിക്കാൻ ഒരുപാട് സാധനങ്ങൾ വേണം. ഉടനെ അവരുടെ വീട്ടിൽ പാൽക്കുപ്പികളും മിഠായികളും പഴങ്ങളും ബിസ്ക്കറ്റുകളും ടോഫികളും ഇവകൾ അടങ്ങിയ കൂടകൾ വന്നു നിന്നു. എന്റെ ഭഗവാനെ, എന്തുമാത്രം സാധനങ്ങളാണ്! ശരി, ഈ മോതിരം ഭദ്രമായി വെക്കാം. എപ്പോഴാണ് ആവശ്യം വരുന്നത് അപ്പോൾ എടുക്കാം. സുധ വളരെ സന്തോഷത്തോടെ എല്ലാ സാധനങ്ങളും എടുത്തു. എല്ലാവരും ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. ഗുഡുവിന് എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് വയറ് നിറഞ്ഞത്. അവൻ വേഗം കിടന്നുറങ്ങി. അമ്മായിയമ്മയും സന്തോഷത്തോടെ പായയിൽ കിടന്നുറങ്ങി. മനോഹർ ആ പിച്ചള മോതിരം തന്റെ ഷർട്ടിൽ കുടുക്കി വെച്ചു. അപ്പോൾ മോതിരം സംസാരിക്കാൻ തുടങ്ങി. ഈ മോതിരത്തോട് ഒരു ദിവസം 3 സാധനങ്ങൾ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് മറ്റൊരാൾ അറിയാൻ പാടില്ല എന്നത്. മനോഹർ പരിഭ്രമത്തോടെ എഴുന്നേറ്റു. എഴുന്നേറ്റപ്പോൾ അയാൾ വിയർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ശബ്ദം ആരുടേതാ? ഈ മോതിരത്തിൽ നിന്നാണല്ലോ ഈ ശബ്ദം കേൾക്കുന്നേ. അപ്പോൾ ഈ മോതിരത്തിന് സംസാരിക്കാം. സുധേ ഒന്ന് എണീറ്റേ. ഇതെന്തൊരു അത്ഭുതമാണെന്ന് നോക്കിക്കേ. ഈ മോതിരത്തിന് സംസാരിക്കാനും കഴിയും. രണ്ടുപേരും കുറേ നേരം സംസാരിച്ച് കണ്ണുകൾ അടച്ചു. അപ്പോൾ മനോഹറിന്റെ കാതിൽ ആരൊക്കെയോ സംസാരിക്കുന്ന ശബ്ദം കേട്ടു. അയാൾ കാതോർത്ത് അത് കേട്ടു. ഏത് ജൂട്ട് മില്ലിലാണ് ജോലി ചെയ്യുന്നേ? അത് കുറച്ചുപേരെ കത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ എത്രയും പെട്ടെന്ന് പോയി അത് തടയണം. അതല്ലേ എന്റെ ആഹാരത്തിനുള്ള വഴി. മനോഹർ ചാടി എഴുന്നേറ്റു. എന്നിട്ട് ടോർച്ചും ഒരു വടിയും എടുത്ത് കയർ ഫാക്ടറിയുടെ അടുത്തേക്ക് ഓടി. പെട്ടെന്ന് വരൂ, മില്ലിന് തീ പിടിച്ചു. ചില ജോലിക്കാർ ഫാക്ടറിയുടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. പലരും ഉടനെ ജനാലകൾ തുറന്നു. എല്ലാവരും അയാളുടെ പുറകെ ഓടി വന്നു. മനോഹർ ഫാക്ടറിയുടെ അടുത്ത് എത്തിയപ്പോൾ ഫാക്ടറിയുടെ ഒരു കോണിൽ തീ പിടിച്ചിരിക്കുന്നത് കണ്ടു. എല്ലാവരും കൂടി ചേർന്ന് കത്തിക്കൊണ്ടിരുന്ന തീ കെടുത്തി. അതിൽ മനോഹറിന്റെ കൈയും പൊള്ളി. എല്ലാവരും അയാളോട് ചോദിച്ചു, അല്ല, തീ പിടിച്ച കാര്യം നീ എങ്ങനെ അറിഞ്ഞേ? എനിക്ക് അതറിയില്ല. ഞാൻ ഉറങ്ങുമ്പോൾ കുറച്ചുപേര് സംസാരിക്കുന്നത് കേട്ടു. സേട്ട് കാശ് തന്നില്ലെങ്കിൽ ഈ മില്ല് കത്തിക്കാമെന്ന് പറയുന്ന കേട്ടു. ഈ മില്ലുണ്ടായിട്ട് എന്താ പ്രയോജനമെന്നും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ടാ ഓടി വന്നത്. തീ കൂടുതൽ പടർന്നിരുന്നില്ല. അതുകൊണ്ട് ഫാക്ടറി രക്ഷപ്പെട്ടു. അയാൾ വീട്ടിലെത്തിയപ്പോൾ ഭാര്യ ചോദിച്ചു, ഈ രാത്രി സമയത്ത് എങ്ങോട്ടാ പോയത്? മനോഹർ അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട്, ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും അവര് തീ കൊളുത്തിയിരുന്നു. നിങ്ങളുടെ കൈയും പൊള്ളിയിട്ടുണ്ട്, കാണിക്ക്, മരുന്ന് പുരട്ടാം.
മരുന്ന് തേച്ചതാ. അതിനുശേഷം രണ്ടുപേരും ഉറങ്ങി. അപ്പോൾ ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. വാതിൽ തുറന്നപ്പോൾ ഫാക്ടറിയുടെ മുതലാളി നിൽക്കുന്നുണ്ടായിരുന്നു. മനോഹർ, എനിക്ക് വരാനിരുന്ന വലിയൊരു നഷ്ടത്തെയാണ് നീ തടഞ്ഞു നിർത്തിയത്. നിന്നെപ്പോലെ ആത്മാർത്ഥതയുള്ളവരെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. നിന്റെ കയ്യില് നന്നായി പൊള്ളലേറ്റിട്ടുണ്ടല്ലോ. ഇത് വാങ്ങിച്ചോളൂ. ആദ്യം പോയി പൊള്ളിയതിന് മരുന്ന് വാങ്ങിക്കേ. പിന്നെ ഇനി മുതൽ നീയാണ് എന്റെ മില്ലിന്റെ മെയിൻ സൂപ്പർവൈസർ പദവി വഹിക്കുന്നത്. സേഠ്ജി, അങ്ങയുടെ നല്ല മനസ്സിന് നന്ദി. സേട്ടു അവിടെ നിന്ന് പോയി. സുധ, ഒന്ന് വേഗം പുറപ്പെട്. നോക്ക്, സേഠ്ജി എനിക്ക് ചികിത്സിക്കാൻ കാശ് തന്നു. പിന്നെ എന്നെ കമ്പനിയിലെ മെയിൻ സൂപ്പർവൈസറും ആക്കി. കൊള്ളാം. ഇനി നമുക്ക് നിങ്ങളുടെ കൈ ചികിത്സിക്കാൻ സാധിക്കും. അതെ, നമുക്ക് മോതിരത്തോട് 3 കാര്യങ്ങൾ ചോദിക്കാമെന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ കൈ സുഖമാക്കാൻ നമുക്ക് ഈ മോതിരത്തോട് ചോദിച്ചാലെന്താ? ശരിയാണല്ലോ, മില്ലിന്റെ കാര്യം വന്നപ്പോ ഞാൻ ഇതൊക്കെ മറന്നു. ശരി, ആദ്യം മരുന്നെടുക്ക്, എന്നിട്ട് ഈ മോതിരം പുറത്തെടുക്കാം. സുധ കണ്ണടച്ചുകൊണ്ട് മോതിരം തന്റെ കയ്യിലെടുത്തു. ഇദ്ദേഹത്തിന്റെ കൈ സുഖമാക്ക്. ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു നല്ല സ്ഥലം തരണം. ഞങ്ങളുടെ ഫാക്ടറി തുറന്നു തരണം. ഉടൻ തന്നെ മനോഹറിന്റെ കൈ പൂർണ്ണമായും സുഖമായി. കൂടാതെ പെട്ടെന്ന് ഫാക്ടറിയിൽ നിന്നും സൈറൻ മുഴങ്ങി. അല്ല, ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ. മില്ല് തുറന്നെന്നാ തോന്നുന്നേ. ശരി, ഇനി നമുക്കിത് എടുത്തു വെക്കാം. എന്തെങ്കിലും പ്രധാനപ്പെട്ട ആവശ്യമുണ്ടായാൽ ഇത് പുറത്തെടുക്കാം. ഞാൻ പോയി നോക്കിയിട്ട് വരാം. മില്ല് ശരിക്കും തുറന്നു കാണുമോ? ഫാക്ടറിയുടെ മുന്നിൽ ജോലിക്കാർ തിങ്ങിക്കൂടിയിരുന്നു. എല്ലാവരും സേട്ട് വിജയിക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ മനോഹർ ഉറങ്ങാൻ കിടന്നു. പക്ഷേ അയാൾക്ക് ഉറക്കം വന്നില്ല. മനോഹർ എഴുന്നേറ്റിരുന്നു. എന്തു പറ്റി? നിങ്ങൾ ഉറങ്ങാൻ കിടന്നതല്ലേ? നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലേ? എത്ര നാളായി മില്ല് അടഞ്ഞു കിടക്കായിരുന്നു. മാന്ത്രിക മോതിരത്തിന്റെ ശക്തി കൊണ്ടാ തുറന്നത്. എന്തായാലും നീ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. മനോഹർ വടിയുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് സേട്ടിന്റെ മാളികയിലേക്ക് പോയി. സേട്ടിന്റെ മാളികയുടെ അടുത്ത് എത്തിയപ്പോൾ 2 പേർ മുഖംമൂടി ധരിച്ചുകൊണ്ട് സേട്ടിന്റെ മാളികയിലേക്ക് കയറുന്നത് അയാൾ കണ്ടു. അയാൾ നേരെ സേട്ടുവിന്റെ മാളികയുടെ ഉള്ളിലേക്ക് ഓടിക്കയറി. സേഠ്ജി, കതക് തുറക്ക്, പെട്ടെന്ന് തുറക്കൂ. എന്താ, എന്തു പറ്റി? അതും ഈ രാത്രിയില്? സേഠ്ജി, കള്ളൻ! അങ്ങയുടെ ലോക്കറിൽ കള്ളൻ കയറി. എല്ലാവരും ഓടിച്ചെന്നപ്പോൾ ശരിക്കും 2 കള്ളന്മാർ മുഖംമൂടി അണിഞ്ഞ് സേഫിന്റെ അടുത്ത് നിന്ന് അത് തുറക്കാൻ ശ്രമിക്കുന്നത് കണ്ടു. ശബ്ദം കേട്ടപ്പോൾ അവർ രക്ഷപ്പെടാനായി ടെറസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി. പിടിക്ക്, അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. അയാൾ കള്ളന്മാരുടെ പുറകെ ഓടി അവരെ പിടികൂടി. എന്നിട്ട് സേട്ടിന്റെ മുന്നിൽ കൊണ്ടുവന്നു. ഇവരെ പൂട്ടിയിട്. ഇപ്പൊ തന്നെ ഞാൻ പോലീസിനെ വിളിക്കാം. മനോഹർ, നീ ഇത് 2ാമത്തെ തവണയാ എന്നെ സഹായിക്കുന്നത്. ഇനി മുതൽ നീ എന്റെ വീടിന്റെ അടുത്ത് തന്നെയുള്ള വീട്ടിൽ താമസിച്ചാ മതി. മുതലാളി, എല്ലാം മുതലാളിയുടെ ഇഷ്ടം. അന്നു മുതൽ സേട്ട് പറഞ്ഞത് പ്രകാരം മനോഹർ സേട്ടിന്റെ മാളികയുടെ അടുത്ത് താമസിച്ചു. ഇപ്പോൾ അമ്മായിയമ്മ സുധയെ വഴക്ക് പറയാറേയില്ല. മാന്ത്രിക മോതിരം കാരണം അവർ അന്നു മുതൽ സുഖമായ ജീവിതം നയിച്ചു.